മട്ടന്നൂർ ഷുഹൈബ് വധക്കേസിൽ പ്രതികളുടെ ജാമ്യം റദ്ദാക്കി തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി. CPM DYFI പ്രവർത്തകരായ ആകാശ് തില്ലങ്കേരി, രജിൽ രാജ് തുടങ്ങി 17 പ്രതികളുടെ ജാമ്യമാണ് റദ്ദാക്കിയത്. മെയ് 18-നാണ് കേസിൽ വിചാരണ തുടങ്ങിയത്. മിഥുൻ പിള്ള വിശദാംശങ്ങൾ നൽകും. മിഥുൻ, എന്തൊക്കെ കാര്യങ്ങൾ പരാമർശിച്ചുകൊണ്ടാണ് ഈ ആകാശ് തില്ലങ്കേരി ഉൾപ്പെടെയുള്ള CPM ക്രിമിനലുകളുടെ ഈ ജാമ്യം റദ്ദാക്കിയത്? ഗൗതം, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന ഷുഹൈബിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് മുഴുവൻ പ്രതികളുടെയും ജാമ്യം കോടതി റദ്ദ് ചെയ്തിരിക്കുന്നത്. ആകാശ് തില്ലങ്കേരി അടക്കം 17 പേരാണ് ഈ കേസിലെ പ്രതികൾ. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഇവരുടെ ജാമ്യം റദ്ദാക്കിയത്. പ്രോസിക്യൂഷൻ നടപടികളുമായി പ്രതികൾ സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ നടപടി കോടതി സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. 2018 ഫെബ്രുവരി 12-നാണ് രാത്രി ചായക്കടയിൽ സുഹൃത്തുക്കൾക്കൊപ്പം ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് CPM-കാരായ അക്രമി സംഘം എത്തി ബോംബെറിഞ്ഞ് ഭീതി പരത്തിയ ശേഷം ഷുഹൈബിനെ കൊലപ്പെടുത്തിയത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടെയുണ്ടായിരുന്ന 3 സുഹൃത്തുക്കൾക്ക് കൂടി, ഷുഹൈബിന്റെ സുഹൃത്തുക്കൾക്ക് കൂടി പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഏതാണ്ട് 8 വർഷങ്ങൾക്ക് ശേഷമാണ് കേസിന്റെ വിചാരണ അടുത്തിടെ തുടങ്ങിയത്. ആ വിചാരണ 1-ാം സാക്ഷിയും 2-ാം സാക്ഷിയും അടക്കം ഈ കേസിലെ മുഴുവൻ പ്രതികളെയും കോടതിയിൽ തിരിച്ചറിയുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ പ്രതികൾ പ്രോസിക്യൂഷൻ നടപടികളുമായി സഹകരിക്കുന്നില്ല എന്നൊരു കാരണം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ ഇത്തരം ഒരു വിധി കോടതിയുടെ ഭാഗത്ത്. മിഥുൻ, ഷുഹൈബ് വധക്കേസിൽ മുഴുവൻ CPM പ്രവർത്തകരായ പ്രതികളുടെ ജാമ്യം ഇപ്പോൾ കോടതി റദ്ദാക്കിയിരിക്കുകയാണ്.